2011 മുംബൈക്ക് സമീപം മുങ്ങിയ MV റാക്ക് എന്ന കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ചയുമായി ബന്ധപ്പെട്ട ദേശീയ ഹരിത ട്രിബ്യൂണലിലെ സുപ്രധാനമായ ഒരു കേസാണിത്. സമീർ മെഹ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. കൽക്കരി ഇന്ധന എണ്ണ വഹിച്ചുകൊണ്ട് MV റാക്ക് 2011 മുംബൈയിൽ മുങ്ങി. ഇത് അറബിക്കടലിൽ കടുത്ത എണ്ണ മലിനീകരണത്തിന് കാരണമായി. സമുദ്രജീവികളെയും കണ്ടൽക്കാടുകളെയും തീരപ്രദേശത്തെയും ഇത് ബാധിച്ചു. പരിസ്ഥിതി പ്രവർത്തകനായ സമീർ മെഹ്ത 2010 ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമപ്രകാരം പരിസ്ഥിതി നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തു. പ്രതിഭാഗം പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനായി ഷിപ്പിംഗ് മന്ത്രാലയത്തിന് 100 കോടി രൂപ, അതായത് ഏകദേശം 15 ദശലക്ഷം $US നൽകാൻ ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. പൊളൂട്ടർ പേ പ്രിൻസിപ്പിൾ, മലിനീകരണക്കാരൻ പണം നൽകണം എന്ന തത്വം നടപ്പിലാക്കുന്നതിലൂടെ പരിസ്ഥിതി നാശത്തിന് മലിനീകരണക്കാരെ ബാധ്യസ്ഥനാക്കുന്നതിലൂടെ ഈ കേസ് ശ്രദ്ധേയമായി. ഇന്ത്യയിലെ പരിസ്ഥിതി നാശത്തിന് ഒരു സ്വകാര്യ സ്ഥാപനം നൽകുന്ന ഏറ്റവും വലിയ നഷ്ടപരിഹാര തുകകളിൽ ഒന്ന് ഈ കേസിൽ സംഭവിച്ചു. പരിസ്ഥിതി നിയമശാസ്ത്രവും പരിസ്ഥിതി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണത്തിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ പങ്കും എന്താണ് എന്ന് ഈ കേസിൽ എടുത്തു കാണിക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തിന് ശക്തമായ ഒരു മാതൃക സ്ഥാപിക്കുകയും ചെയ്തു. ഒപ്പം ഇന്ത്യയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ശുദ്ധമായ പരിസ്ഥിതിക്കുള്ള അവകാശം ഒരു മൗലിക അവകാശമാണെന്ന് ഈ കേസ് സ്ഥിരീകരിക്കുന്നുമുണ്ട്.